അപ്പോൾ ഇന്ന് പത്രവിശകലനവുമായി നമുക്കൊപ്പം ചേരുന്നത് VS സനോജാണ്. സനോജ്, ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു VS സനോജ് ആദ്യമായിട്ടാണ് നമ്മുടെ ഹെലോ മലയാളത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ വെൽക്കം ടു ഹെലോ മലയാളം. പിന്നെ ഇന്നലത്തെ ദിവസം നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയം എനിക്ക് തോന്നുന്നു കളമശ്ശേരിയിലെ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് കുട്ടികളുടെ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവമായിരുന്നു. അപ്പോൾ ഇന്ന് പത്രങ്ങളിലെ പ്രധാനപ്പെട്ട തലക്കെട്ടും അത് തന്നെയാണോ? എന്തൊക്കെയാണ് പത്രവിശേഷങ്ങൾ? തീർച്ചയായും ചെയ്തു. നമ്മുടെ ന്യൂസ് മലയാളത്തിൻ്റെ പ്രേക്ഷകർക്ക് ശുഭദിനം ആശംസിച്ചത് കൊണ്ട് തുടങ്ങാം. ഇന്ന് സ്വാഭാവികമായിട്ടും ഇന്ന് കഞ്ചാവ് കേസ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ച്. ഇപ്പം നമ്മൾ പറയും കേരളത്തിലൊരു പ്രധാനപ്പെട്ട സംഭവം നടക്കുമ്പോൾ അതിനെ തുടർന്നുള്ള വാർത്തകൾ ധാരാളമായിട്ട് അതിൻ്റെ തുടർന്നുള്ള ദിവസങ്ങളിൽ വരുന്നൊരു സാഹചര്യം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഇപ്പോൾ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ, വലിയ ആശങ്കയുള്ളപ്പോൾ തന്നെ അതിൻ്റെ വാർത്തകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ അത് പത്രങ്ങളും സ്വാഭാവികമായിട്ട് അതെല്ലാം തന്നെയാണ് ക്യാരി ചെയ്തിരിക്കുന്നത്. മനോരമയെ സംബന്ധിച്ച് മലയാള മനോരമയിൽ ഇന്ന് കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് കളമശ്ശേരിയിലെ പോളിടെക്നിക്കിലെ ഈ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വാർത്ത മനോരമയും മാതൃഭൂമിയും എല്ലാം തന്നെ അത് വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. അതേസമയം ഇതിലൊരു കൗതുകകരമായ വാർത്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊരു രസം എന്ന് പറയുന്നത്, നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട, കളമശ്ശേരി പോളിടെക്നിക്കിൽ 3 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ എന്നുള്ള വാർത്തയിൽ പിടിച്ചത് 2 കിലോ കഞ്ചാവ്, പ്രതികളിൽ SFI നേതാവും എന്നുള്ള ഇതിൽ നിന്നാണ് മനോരമ തുടങ്ങുന്നത്. ഇതിൻ്റെ ഒരു മറുവശം നമുക്ക് ദേശാഭിമാനി പത്രത്തിലും കാണാം. കാരണം ഈ വാർത്തകളെ സമീപിക്കുന്ന രീതിയിൽ ഉള്ള വ്യത്യാസം, അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് നമ്മൾ പറയും. ഇത് നമ്മൾ നേരത്തെയൊക്കെ തമാശയായിട്ട് പറയാറുള്ള കാര്യമാണ്. മലയാള മനോരമ വായിച്ച് CPM-മായി ബന്ധപ്പെട്ട വാർത്തകൾ മനോരമയിൽ വായിക്കുകയും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാതൃഭൂമിയും ദേശാഭിമാനിയും കൂടെ വായിക്കുകയും അതിൽ മനോരമ പറഞ്ഞതിൻ്റെ നേരെ തിരിച്ചുള്ള വാർത്തയായിരിക്കും ദേശാഭിമാനിയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. കാരണം അവരുടെ ലീഡിൽ ഈ പറയുന്ന കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട SFI-ക്കാരെ പറയുമ്പോൾ ദേശാഭിമാനി നേരെ തിരിച്ച് KSU-ക്കാരെ ആണ് അതിൽ പങ്കാളികൾ എന്ന തരത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട രീതിയിൽ അത് നൽകിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ വാർത്തകളെ സംബന്ധിച്ച്, കേരളത്തിലെ പത്രങ്ങളെ സംബന്ധിച്ച് ഇന്ന് കഞ്ചാവ് വേട്ട തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം തന്നെ മറ്റ് പത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഈ അതുപോലെ മനോരമയെ സംബന്ധിച്ച് മറ്റൊരു വാർത്ത അവർ രസകരമായിട്ട് നൽകിയിട്ടുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലുകളിൽ വന്ന ഒരു വാർത്തയാണ്. ക്ഷേത്രത്തിൽ ഇൻക്ലാബ് സിന്ദാബാദ് അല്ലെങ്കിൽ വിപ്ലവ ഗാനങ്ങൾ ആലപിക്കുന്ന തരത്തിലേക്കൊരു ഗാനമേള പരിപാടി നടന്നു എന്നുള്ള തരത്തിലേക്കുള്ളൊരു വാർത്ത മനോരമ നൽകിയിട്ടുണ്ട് അവരുടെ 6-ാം പേജിൽ. അത് വളരെ കൗതുകരമായൊരു വാർത്തയായിരുന്നു. ക്ഷേത്രത്തിൽ ഗാനമേളയ്ക്കിടെ CPM കൊടികളും ഇൻകിലാബും അതൊരു വലിയ വിവാദമായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. സാധാരണ ഈ അലോഷിയുടെ, അതായത് വളരെ പ്രശസ്തനായ ഗായകൻ അലോഷിയുടെ ഗാനം അവതരിപ്പിക്കുന്ന സമയത്ത് ഡിവൈഫൈയുടെ കൊടികൾ ഉൾപ്പെടെ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ വന്നു എന്നുള്ളൊരു വാർത്തയാണ്. അത് പക്ഷേ മറ്റ് പത്രങ്ങൾ അധികം നൽകി കണ്ടില്ല. പക്ഷേ ചാനലുകളിൽ അത് വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വന്നിരുന്നു. ഏതായാലും മലയാള മനോരമ കടക്കൽ ദേവി ക്ഷേത്രത്തിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന ആ പരിപാടിയുടെ വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടെ നൽകിയിട്ടുണ്ട്. സാധാരണ നമ്മുടെ പല നാടുകളിലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ഇത് ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള ഒരു ഓഡിറ്റോറിയമാണ്, അവിടുത്തെ ഗാനമേളയുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദം. പക്ഷേ പൊതുവേ ഇത്തരം പാട്ടുകളെല്ലാം പാടുന്ന സമ്പ്രദായം പലയിടത്തുമുണ്ട്. നമ്മുടെയൊക്കെ അനുഭവത്തിൽ തൃശ്ശൂരിലെല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അവരൊരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടത്തി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഡിസ്പ്ലേ കാണിച്ചതാണ് ഒരുപക്ഷെ വിവാദത്തിലായതെന്ന് തോന്നുന്നു. ഏതായാലും ആ രീതിയിലേക്കൊരു വാർത്തയാണ് മനോരമ, അത് വലിയ പ്രാധാന്യത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതുപോലെ മനോരമയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തീപിടിച്ച് സ്വർണം എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. അതായത് സംസ്ഥാനത്ത് 65,000 രൂപയ്ക്ക് മുകളിൽ പവന് വില വന്നിരിക്കുന്നു. രാജ്യാന്തര വില $3,000 കടന്നിരിക്കുന്നു. ഒരു പവൻ ആഭരണം വാങ്ങാൻ 71,500 രൂപ വേണം എന്നുള്ളതാണ്. രാജ്യാന്തര വിലയും റെക്കോർഡിലേക്ക് മാറി എന്നുള്ള ഒരു വളരെ വലിയ പ്രാധാന്യത്തിലാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇതൊരു വലിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇതൊരു വലിയ മാറ്റമാണ്. വലിയ രീതിയിൽ സ്വർണത്തിൻ്റെ വില വർദ്ധിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് വാർത്തകൾ നല്ല രീതിയിൽ തന്നെ അത് മനോരമ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. മാതൃഭൂമിയിൽ
ഇന്ന് ഒന്നാം പേജിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ അവർ രസകരമായ ചില വാർത്തകൾ കൂടെ മാതൃഭൂമി കൊടുത്തിരിക്കുന്നു. കുട്ടികൾ തൊഴിൽ പഠിക്കട്ടെ എന്ന് പറയുന്ന ഒരു വാർത്ത ഒന്നാം പേജിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊടുക്കുന്നു. അതായത് 15-23 വയസ്സുകാർക്ക് സ്കൂളിൽ തന്നെ സൗജന്യ തൊഴിൽ പഠനം, ഒപ്പം തന്നെ വിദ്യാലയങ്ങളിൽ നൈപുണി കേന്ദ്രം വരുന്നു. പരിശീലനത്തിൽ കൃഷി മുതൽ AI വരെ എന്നുള്ളതാണ് ആ വാർത്തയിൽ ഉള്ളത്. സാധാരണ ഇത് അതായത് നോർത്ത് ഈസ്റ്റ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള തൊഴിൽ നൈപുണി കേന്ദ്രങ്ങളുണ്ട് പഠനവുമായി ബന്ധപ്പെട്ട്. പഠനത്തിനൊപ്പം തന്നെ ഇതാണ് ഇന്ന് മാതൃഭൂമിയിലൊരു പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം തന്നെ ഇന്ന് രസകരമായ ഒരു വാർത്തയുള്ളത് കേരളത്തിൻ്റെ ചൂടുമായി ബന്ധപ്പെട്ട് എല്ലാ പത്രങ്ങളും കേരളത്തിലെ ചൂട് വർദ്ധിക്കുകയാണ് എന്നുള്ള തരത്തിൽ അതിൻ്റെ കണക്കുകൾ വെച്ച് വാർത്ത നൽകിയപ്പോൾ കേരളം ഉരുകുന്നു, ഓവർലോഡിലേക്ക് ട്രാൻസ്ഫോർമറുകൾ എന്നൊരു വാർത്ത മാതൃഭൂമി കൊച്ചിയിൽ നിന്ന് നൽകിയിട്ടുണ്ട്. അതായത് വൈദ്യുതി ലോഡ് ഇത്തവണയും കൂടി ട്രാൻസ്ഫോർമറുകൾ കത്തുന്ന ആശങ്കയിൽ കേരളം എന്നാണ്. 87,000 ട്രാൻസ്ഫോർമറുകളിൽ പകുതിയിൽ ഏറെ എണ്ണത്തിലും ലോഡ് ഇപ്പോൾ തന്നെ 60-70% മുകളിലാണ്. ഇത് മാർച്ച് കൂടെ കഴിയുന്നതോടെ ഓവർലോഡിലേക്ക് പോകും. ഇതൊരു വലിയ പ്രതിസന്ധിയാണ് എന്ന തരത്തിൽ ഒരു വാർത്ത. അത് വളരെ കൗതുകരമായൊരു വാർത്തയാണ്. അത് ആളുകൾ കൂടുതൽ വായിക്കാൻ സാധ്യതയുള്ള ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായിട്ട് നമുക്ക് പറയാൻ പറ്റും. മറ്റൊന്ന് 51 വയസ്സ് തികഞ്ഞതിൻ്റെ തലേന്ന് വരെ, അതായത് വാടക ഗർഭപാത്രത്തിലൂടെ അമ്മയാവാനുള്ള അവകാശത്തെക്കുറിച്ച് അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചാനലുകളെല്ലാം കൊടുത്തതാണ് ഹൈക്കോടതിയുടെ ആ വാർത്ത. ഇന്ന് ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഹിന്ദു പത്രത്തിൻ്റെ പ്രധാനപ്പെട്ട വാർത്ത, അതായത് ഇന്ത്യ ഹിറ്റ്സ് ഔട്ട് അറ്റ് പാകിസ്ഥാൻ, ഡിനൈസ് റോൾ ഇൻ ട്രെയിൻ അറ്റാക്ക്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രാധാന്യത്തിൽ കൊടുത്ത ഒരു വാർത്തയാണ് പാകിസ്ഥാനിലെ, അതായത് ബലോച്ച് പ്രവിശ്യയിലുണ്ടായിട്ടുള്ള ട്രെയിൻ കൊള്ളയടിക്കാനും ട്രെയിൻ തട്ടിക്കൊണ്ടുപോകാനുമുള്ള ശ്രമം. അതിനെ തുടർന്ന് സാധാരണക്കാരായ യാത്രക്കാർ 21 പേര് മരിക്കുകയും 37 പേര് ഈ തട്ടിയെടുക്കൽ നടത്തിയ തീവ്രവാദ സംഘത്തിലുള്ള ബലോച്ച് ലിബറേഷൻ ആർമിയുടെ അവർ തീവ്രവാദികൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വാർത്ത വലിയ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നതിൽ ഹിന്ദുവിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് ഇത് ബന്ധമുണ്ട് എന്നുള്ള പാകിസ്ഥാൻ്റെ ആരോപണം ഇന്ത്യ നിഷേധിച്ചു എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റും. ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാർട്ടൂൺ ഇന്ന് ഹിന്ദു കൊടുത്തിരിക്കുന്നു. അതായത് തമിഴ്നാട് സ്റ്റാലിൻ ഇന്ത്യൻ റുപ്പിയുടെ ആ സിംബലിന് പകരം റൂ എന്നുള്ളതിൻ്റെ തമിഴ് രൂപം അവതരിപ്പിച്ചു ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് എന്നുള്ളതിൽ നിർമ്മല സീതാരാമനും അവരുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള പറക്കാല പ്രഭാകർ, അദ്ദേഹം ഒരു ഇക്കണോമിസ്റ്റാണ്, രണ്ടുപേരും കൂടെ TV കാണുന്നതിൻ്റെ ഒരു ദൃശ്യത്തിൽ രൂപയുടെ സിംബലിൻ്റെ രൂപം മാറിയാലും പോക്കറ്റിൽ എത്രയുണ്ട് എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കൗതുകകരമായിട്ടുള്ള ഒരു കാർട്ടൂൺ ഹിന്ദു നൽകിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ എക്സ്പ്രസും ടൈംസ് ഓഫ് ഇന്ത്യയും അടക്കമുള്ള പത്രങ്ങളിൽ മറ്റ് ഈ തരത്തിലുള്ള കേരളത്തിൽ കഞ്ചാവ് വേട്ടയാണെങ്കിൽ മറ്റ് ട്രംപ് അല്ലെങ്കിൽ അതുപോലെയുള്ള നിരവധി വിഷയങ്ങൾ, അമേരിക്ക ഉൾപ്പെടെ സിറിയ ഉൾപ്പെടെയുള്ള വാർത്തകളാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന് പഞ്ചാബിൽ ശിവസേനയുടെ ഒരു നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു, വെടിയേറ്റ് മരിച്ച വാർത്ത പ്രാധാന്യത്തോടുകൂടെ ഇംഗ്ലീഷ് പത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് കേരള കൗമുദി പത്രം ഇന്ന് ഒന്നാം പേജിൽ തന്നെ കേരളം വെന്തുരുകി എന്നുള്ള ചൂടുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയാവുന്നത് ഈ പ്രകാശത്തിൽ നിന്ന് അതിഖരാവസ്ഥ, ഭൗതികശാസ്ത്ര രംഗത്തൊരു നിർണായകമായിട്ടുള്ള ഒരു ചുവടുവെപ്പിനെ കുറിച്ചുള്ള വാർത്ത ഇന്ന് മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്, അതുപോലെ മറ്റ് പത്രങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ അതിൽ വളരെ പ്രാധാന്യത്തിൽ സുപ്രഭാതവും ചന്ദ്രികയും ഈ വാർത്ത ഈ പരീക്ഷണത്തെക്കുറിച്ചുള്ള ലോകത്തിലാദ്യമായി പ്രകാശത്തിൽ നിന്ന് സൂപ്പർ സോളിഡിലേക്ക് മാറി ശാസ്ത്രലോകം എന്ന തരത്തിലേക്കുള്ളൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. മാധ്യമത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ മറ്റ് പത്രങ്ങളിലെല്ലാം അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെയുള്ള ചാനലുകളിലെല്ലാം വന്നിരുന്ന വാർത്തയുടെ ഒരു തുടർച്ച നമ്മുടെ സ്പോർട്സിൻ്റെ കായിക രംഗത്തെ ഫുട്ബോളറായിട്ടുള്ള അനസ് എടത്തൊടികയുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, ജോലിക്ക് അപേക്ഷിച്ചിരുന്നില്ല തുടങ്ങിയ
വിവാദങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ അതിൽ വി അബ്ദുറഹിമാൻ നിയമസഭയിൽ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമത്തിൻ്റെ ഒരു വാർത്തയുണ്ട്. അനസ് അപേക്ഷിച്ചിരുന്നു, പക്ഷേ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അത് സർക്കാർ ജോലി ലഭിക്കാതെ പോവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ നേരത്തെ നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് അപേക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അനസിനെ നമുക്കറിയാം. ഇന്ത്യൻ ഫുട്ബോളറാണ്, ഇന്ത്യയുടെ ഡിഫൻഡറാണ്, ആയിരുന്ന ആളാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്ത ഫുട്ബോളറാണ്. മോഹൻ ബഗാനിൽ ഉൾപ്പെടെ കളിച്ചിരുന്ന പ്രധാനപ്പെട്ട താരമാണ്. സ്പോർട്സ് പേജിൽ മറ്റു പത്രങ്ങളിൽ IPL ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ടാണ് ഡൽഹിയുടെ ക്യാപ്റ്റനായിട്ട് ഓൾറൗണ്ടർ അക്ഷർ പട്ടേൽ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ധാരാളം വാർത്തകളുള്ള ഒരു ദിവസമായിരുന്നു. ഏതായാലും വളരെ കൗതുകരമായ വാർത്തകളും ഒപ്പം തന്നെ കേരളത്തിലെ കഞ്ചാവ് വേട്ട ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ആശങ്ക ജനിപ്പിക്കുന്ന കാര്യങ്ങളും അടക്കം ഉള്ള വാർത്തകൾ നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന് എന്ന് നമ്മൾ പറയേണ്ടി വരും. കേരളത്തിൽ M പത്മകുമാറിനെതിരെ നടപടിയെടുക്കും എന്നുള്ള MP ഗോവിന്ദൻ്റെ പ്രസ്താവന, CPM-ൻ്റെ നേതാവിൻ്റെ പ്രസ്താവന, അതും ഈ പറഞ്ഞ പോലെ പ്രാധാന്യത്തോടുകൂടെ വന്നിരിക്കുന്നു. ഏതായാലും ഒരിക്കൽ കൂടെ എല്ലാ പ്രേക്ഷകർക്കും നമുക്കൊരു ശുഭദിനം ആശംസിക്കാം. സേതു. ശരി VS സനോജ്. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും പ്രസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടുമുട്ടാം.